നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ 1-2 ദിവസമായി സോഷ്യൽ മീഡിയയിലൊക്കെ ചില ക്യാമ്പയിനും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ ഇവരുടെയൊക്കെ നിലവാരം ഇത്രയേ ഉള്ളൂ എന്ന് ആർക്കും തോന്നുന്ന തരത്തിലുള്ള 1-2 പ്ലക്കാർഡ് മറ്റുമൊക്കെ ചിലർ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. മോശം ഭാഷയാണ്. അവരുടെ നിലവാരം അനുസരിച്ച് ആ ഭാഷയെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അതിൽ ഒന്നിൽ തീവ്രവാദി നിൻ്റെ പിതാവ് എന്നല്ല വാക്കല്ല, വേറെ വാക്കാണ്. തീവ്രവാദികൾ നിൻ്റെ മറ്റ് പിതാക്കന്മാർ എന്ന തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് തീവ്രവാദി എന്ന് വിളിച്ചത് അവർക്കത്ര സൂചിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ അവർ പ്രതികരിക്കുന്നത്. ഞാൻ വളരെ ലളിതമായിട്ടുള്ള ആർക്കും മനസ്സിലാവുന്ന ഒരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം തന്നാൽ ഈ ചോദ്യവും ഈ സംശയത്തിനുമുള്ള എല്ലാ ഉത്തരവുമാകും. നമ്മുടെ സാധാരണ രീതിയിൽ ഒരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ പുറകോട്ട് പോകേണ്ടി വരും. ചരിത്രമൊക്കെ തപ്പണം, ചരിത്രം പഠിക്കുക, അങ്ങനെയൊക്കെ പറയുകയൊക്കെ വേണം. ഇവിടെ അതിൻ്റെ ആവശ്യമേ വരുന്നില്ല. വെറും 2 ദിവസം പുറകോട്ട് പോയാൽ മതി. ഒരു 2 ദിവസത്തിന് മുമ്പ് അനസ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു ഇസ്ലാം വിശ്വാസിയായിട്ടുള്ള ഒരു തീവ്രവാദി അവൻ്റെ സോഷ്യൽ മീഡിയയിൽ കൂടെ കലാപ ആഹ്വാനം നടത്തിയപ്പോൾ ആ കൂട്ടത്തിൽ പ്രധാനമായും പറഞ്ഞു വെച്ചത് ഇന്ത്യയുടെ പാർലമെൻറ്റ് തകർക്കണം, ഭരണഘടന കത്തിക്കണം, സുപ്രീം കോടതി തകർക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പോലീസിൻ്റെ തലന്നൊക്കെ ആദ്യമേ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇന്ത്യയിൽ ജനിച്ചു വളർന്ന രാജ്യസ്നേഹിയായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഇതിനെതിരെ പ്രതികരിക്കാനുള്ള എല്ലാ ധാർമ്മികതയുമുണ്ട്. ശരിയല്ലേ? ഇന്ത്യൻ പാർലമെൻറ്റ് ഒരുത്തൻ വന്ന് തകർക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പ്രതികരിക്കേണ്ടത് BJPക്കാർ മാത്രമല്ല. ഭരണഘടന കത്തിക്കണം എന്നൊരുത്തം വന്ന് പറയുമ്പോൾ അവിടെ അതിനെതിരെ പ്രതികരിക്കേണ്ടത് BJPക്കാർ സംഘികൾ മാത്രമല്ല. ഇവിടെ 500-ൽ പരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കോടിക്കണക്കിന് രാഷ്ട്രീയ പ്രവർത്തകരും അണികളുമൊക്കെ ഉണ്ട്. അവരിലെല്ലാവർക്കും ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കാനുള്ള ധാർമ്മികതയുണ്ട്, അല്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. എന്നിട്ടും ഈ രാജ്യത്ത് BJP മാത്രമാണ് ഇവനെതിരെ പ്രതികരിച്ചതെങ്കിൽ, BJPക്കാർ മാത്രമാണ് ഇവനെതിരെ പോലീസിൽ കേസ് കൊടുത്തതെങ്കിൽ അവർ മാത്രമാണ് രാജ്യസ്നേഹികൾ. സിമ്പിൾ. ഇതിലെന്താണ് സംശയം? ഭരണഘടന കത്തിക്കണം എന്നൊരുത്തൻ പറഞ്ഞാൽ അവനെതിരെ പ്രതികരിക്കാൻ CPMകാരന് ബാധ്യതയില്ലേ? അവൻ ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്, ജനിച്ചത്, വളരുന്നത്? കോൺഗ്രസ്സുകാരന് അത് ചെയ്യേണ്ടതല്ലേ? സംഘി ചെയ്യുന്നതിന് മുമ്പേ കോൺഗ്രസ്സുകാരൻ പറയേണ്ടതല്ലേ ഭരണഘടന കത്തിക്കണം എന്ന് പറഞ്ഞവൻ തീവ്രവാദിയാണ്, അവനെ തൂക്കിക്കൊള്ളണം എന്ന് ആദ്യം പറയേണ്ടതാരാണ്? കോൺഗ്രസ്സുകാരല്ലേ? കാരണം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഭരണഘടന എഴുതി ഉണ്ടാക്കുന്ന സമയത്ത് അംബേദ്കറുടെ നേതൃത്വത്തിൽ അത് ചെയ്തത് ഇവരൊക്കെ കൂടിയല്ലേ? അത് BJPയുടെ ആണോ അല്ലെങ്കിൽ BJPയുടെ മാത്രമാണോ? അപ്പോൾ ആ മഹത്തായ ഭരണഘടന, ഈ ഭരണഘടന എന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിത്തറയാണ്. അതില്ലെങ്കിൽ പിന്നെ രാജ്യമുണ്ടോ? അപ്പോൾ അത് തകർക്കണം എന്നൊരുത്തൻ പറയുമ്പോൾ അവനെതിരെ വിരൽ ചൂണ്ടാൻ, അവനെതിരെ കേസ് കൊടുക്കാൻ, അവനെതിരെ പ്രതികരിക്കാൻ സംഘി മാത്രമാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ സംഘികൾ മാത്രമാണ് ഇവിടുത്തെ രാജ്യസ്നേഹികൾ. സത്യത്തിൽ ആ പോയിന്റിൽ വെച്ച് ആരാണ് രാജ്യസ്നേഹികൾ, ആരാണ് തീവ്രവാദികൾ എന്ന ചർച്ച തന്നെ തീർന്നു. ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരുത്തം വന്നിട്ട് പാർലമെൻറ്റ് തകർക്കണം, സുപ്രീം കോടതി തകർക്കണം, ഭരണഘടന കത്തിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിശബ്ദരായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളും അവൻ്റെ ചിന്താഗതിക്കാരനാണ്. അവൻ തീവ്രവാദിയാണ്, നിങ്ങളും തീവ്രവാദിയാണ്. ഇത് പറയുമ്പോൾ എൻ്റെ പിതാവിനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ തീവ്രവാദിയാണെന്ന് നിങ്ങൾ സ്വയം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ ലളിതമാണ് കാര്യങ്ങൾ. അപ്പോൾ ആരാണ് രാജ്യസ്നേഹി, ആരാണ് തീവ്രവാദി എന്ന് ഇതിലും വ്യക്തമായിട്ട് തെളിവോടുകൂടി, അതും 2 ദിവസത്തെ താമസമേ ഉള്ളൂ. മറ്റേത് ഒരുപാട് പുറകോട്ട് പോയി ചരിത്രമൊന്നും പരിശോധിക്കേണ്ട. എന്തുകൊണ്ട് ഇയാൾക്കെതിരെ നിങ്ങൾ പ്രതികരിച്ചില്ല? പ്രതികരിച്ച എല്ലാവരും സംഖ്യകൾ മാത്രമായിരുന്നു. എന്തുകൊണ്ട് ഈ ആൾക്കെതിരെ ഒരു കേസിന് പോകാൻ നിങ്ങളുടെ പാർട്ടിക്ക് പറ്റിയില്ല? ഇപ്പോഴും അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ആ കേസെടുത്തിരിക്കുന്നത് BJPക്കാരൻ കൊടുത്ത പരാതിയിലാണ്. എന്തുകൊണ്ടൊരു കോൺഗ്രസ്സുകാരൻ പരാതി കൊടുത്തില്ല? എന്തുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പരാതി കൊടുത്തില്ല? എന്തുകൊണ്ടൊരു മുസ്ലിം ലീഗുകാരൻ പരാതി കൊടുത്തില്ല? എന്തുകൊണ്ടൊരു SDPക്കാരൻ പരാതി കൊടുത്തില്ല? അങ്ങനെ ഇവിടുത്തെ 500-ൽ പരം ചെറുതും വലുതുമായിട്ടുള്ള ഓരോ രാഷ്ട്രീയ നേതാക്കളോടും അണികളോടും എനിക്ക് ചോദിക്കാനുണ്ട്, എന്തുകൊണ്ട് ഇവനെതിരെ നിങ്ങളാരും പരാതി കൊടുത്തില്ല? അവിടെ സംഘികൾ മാത്രമാണ് എതിർത്തത്. പരാതി കൊടുത്തെങ്കിൽ അവർ മാത്രമാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ. ഇനി ചർച്ചയുടെ ആവശ്യമില്ല. നീയൊക്കെ അല്ലാത്തവരെ മാറി നിന്നിട്ട് പിതാവിനെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ തീവ്രവാദികളുടെ പക്ഷമാണ്, നിങ്ങൾ തീവ്രവാദികളാണ്, നിങ്ങൾ തീവ്രവാദികളുടെ പക്ഷമാണ്. അതിനകത്ത് ഇനി എന്താ സംശയം? നിങ്ങളാരും ഇവനെ എതിർക്കുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. ഭരണഘടന കത്തിക്കാൻ പറയുമ്പോൾ അംബേദ്കറെ കൂടെ ചേർത്ത് കത്തിക്കാനാണ് അവർ പറയുന്നത്. ഒരു ദളിത് പ്രവർത്തകനും പറയുന്നത് കേട്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് ശ്യാംകുമാറും സണ്ണി P കാപ്പിക്കാടും വരെയൊക്കെ അവർ പോസ്റ്റും മറ്റുമൊക്കെ ഇടുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഭരണഘടന അവരെപ്പോഴും അംബേദ്കറെ പൊക്കി പിടിച്ച് നടക്കും. അംബേദ്കർ കൂടി മുന്നിട്ടിറങ്ങി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടി നേതൃത്വത്തിൽ എഴുതി തയ്യാറാക്കിയ ഭരണഘടന കത്തിക്കുന്നു, അദ്ദേഹത്തെ കൂടെ ചേർത്ത് കത്തിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അവർ സംഘികളെ തെരുവിളിക്കാൻ നടക്കുകയാണ്. ആ പറഞ്ഞവനെ എതിർത്തതും അവനെതിരെ കേസ് കൊടുത്തതും സംഘികളാണ്. രാജ്യസ്നേഹികളായിട്ടുള്ള സംഘികൾ മാത്രമാണ്. ചർച്ചയുടെ ആവശ്യം പോലും ഇല്ലേ? എല്ലാവർക്കും എല്ലാം മനസ്സിലായി.